നമസ്കാരം. വനമന്ത്രിയുടെ യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു സംസാരം കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിലും മന്ദബുദ്ധി എന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് ചൊല്ലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ പറയാറുണ്ട്. ഏകദേശം അതുപോലെയുള്ള ഒരു പ്രചരണം. അതായത് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ വഴിക്കടവിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരണപ്പെട്ടു. ഷോക്കേറ്റ് മരണപ്പെട്ടു. പന്നിയെ പിടിക്കാൻ വേണ്ടി ആരോ ലൈനിൽ വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് മുള്ളുവേലിയിലോ മറ്റോ കൊടുക്കുകയായിരുന്നു എന്നും ഈ കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ വന്ന സമയത്തോ മീൻ പിടിക്കാൻ വന്ന സമയത്തോ വേലിയിൽ തട്ടി ഒരാൾ മരണപ്പെടുകയും മറ്റ് രണ്ടുപേരെ നാട്ടുകാർ അങ്ങനെയൊക്കെ രക്ഷിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് സംബന്ധിച്ചുള്ള കേസും അന്വേഷണമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു മരണം ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് പിന്നെ എന്തോ പ്രതിപക്ഷവും അവിടുത്തെ BJP കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയതാണെന്നോ അല്ലെങ്കിൽ ആ വിധത്തിൽ തോന്നുന്ന വിധത്തിലുള്ള സംസാരമാണ് ശരിക്ക് നമ്മുടെ വനമന്ത്രിയുടെ സംഭാഷണം കേട്ടാ തോന്നുന്നു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വനം വകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും സമരങ്ങൾ നടത്താനുമാണ് ദൗർഭാഗ്യവശാൽ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന BJP ആയാലും UDF ആയാലും ചെയ്തിരിക്കുന്നത്. വനം വകുപ്പ് എത്രയോ കാലമായി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് കെട്ടാറില്ല. കേരളത്തിൽ ഒരിടത്തും കെട്ടിയിട്ടില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വൈദ്യുതി ബോർഡും അറിഞ്ഞില്ല, വൈദ്യുതിയുടെ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന അന്വേഷണത്തിലൂടെ രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം പരിസരവാസികളായ ആളുകൾ പോയത് രാവിലെ അവിടെ അത്തരം ഒരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ്. വൈകുന്നേരമാകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത്. മറ്റൊരു ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുന്നത് വീട്ടുകാരൻ അറിയില്ല, ഉടമസ്ഥൻ അറിയില്ല. അപ്പൊ ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ പരിശോധനയിൽ ഉൾക്കൊള്ളിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. എനിക്കത് കേട്ടപ്പോ ഈ രണ്ട് വകുപ്പുകളുടെയും കാര്യസ്ഥത കൂടി ഒന്ന് പറയണം തോന്നുന്നു. കുറെ വർഷം മുമ്പ് KSEBിന്റെ ഒരു കാര്യസ്ഥത ഉണ്ടായിരുന്നു. ഞാൻ കെടുകാര്യസ്ഥ എന്ന് പറയാത്തത് KSEB അങ്ങനെയാണ്, അതുകൊണ്ടാണ്. ഒരുപാട് വർഷം മുമ്പാട്ടോ, ഒരു 10-20 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. മലപ്പുറം വള്ളോമ്പറം സെക്ഷന്റെ കീഴില് ലൈന് പൊട്ടി വീണ ഒരു കുട്ടി അപകടത്തിൽപ്പെട്ട സമയത്ത് ലൈനിൽ കറണ്ട് ഉണ്ട്, ലൈൻ ഓഫാക്കാൻ വേണ്ടി, കുട്ടി അപകടത്തിലാണ്, ലൈൻ ഓഫാക്കാൻ വേണ്ടി KSEBിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾ ദേ വരുന്നു, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള മറുപടി, എന്ന് ധിക്കാരപൂർവമായ മറുപടിയാണ് ഈ KSEB അന്ന് കൊടുക്കുന്നത്. ഇന്നും വളരെ മോശമൊന്നുമല്ല. ഇന്ന് വിളിച്ചു കഴിഞ്ഞാല് സമയത്ത് വ്യക്തമായ ഒരു മറുപടി കിട്ടാറൊന്നുമില്ല. എന്നാൽ കിട്ടുന്ന ഓഫീസുകളുണ്ട്. എന്നാൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് അടികൊള്ളിത്തരമേ പറയുള്ളായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ലൈൻ ഓഫ് ആയിട്ടില്ല, കുട്ടി വളരെ ഗുരുതരാവസ്ഥയിലാണ്, കുട്ടിയെ നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയുന്നില്ല, ലൈൻ ഓഫ് ആക്കണമെന്ന് പറഞ്ഞിട്ട് അവര് ലൈൻ ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങളിതേ വരുന്നുണ്ട്, കുട്ടിക്ക് കുഴപ്പമില്ലല്ലോ, കുട്ടി മരിച്ചിട്ടില്ലല്ലോ എന്നാ പറഞ്ഞത്. മൂന്നാമത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി മരണപ്പെട്ടു. അപ്പോ ഇവര് പറഞ്ഞു കുട്ടി മരണപ്പെട്ടു, നിങ്ങൾ ലൈൻ ഓഫ് ആക്കി, ഞങ്ങളതേ അങ്ങോട്ട് വരുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാവരും കൂടെ വടിയും തടിയും കുറുതടിയും എല്ലാം കൂടെ കൊണ്ട് നേരെ ചെന്ന് KSEBിൽ കയറി. അപ്പോഴും അവിടുന്ന് പുറപ്പെട്ടിട്ടില്ല. കയറി അടിച്ച് നിരത്തി അവിടെയുള്ള എല്ലാത്തിന്റെ കൈയും കാലും തല്ലി ഒടിച്ചൊരു കഥയുണ്ട് പണ്ട്. ഇത് റിയലായിട്ട് നടന്ന സംഭവമാണ്. ഒരു പൊതുജനത്തിന്റെ ക്ഷമ കെടുത്തിക്കഴിഞ്ഞാൽ, ജീവനും ജീവിതത്തിനും വിലയില്ലാത്ത രീതിയിൽ KSEB പെരുമാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില ഭവിഷ്യത്തുകളാണ്. അന്ന് KSEB ആണ് അങ്ങനെ ചണ്ടിത്തരം കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വനം വകുപ്പാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിയും. അതുകൊണ്ടാണ് ഇവിടെ സാന്ദർഭികവശാൽ അത് പറഞ്ഞത്. മാത്രമല്ല ഈ വൈദ്യുതി ഷോക്കേറ്റ് ആണല്ലോ ഇവിടെ മരണപ്പെടുന്നത്. അത്തരത്തിൽ അവിടെ കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നും ലൈനിൽ നിന്ന് വൈദ്യുതി എടുത്തുകൊണ്ട് ഇമാതിരി പന്നിയെ പിടിച്ചുകൊണ്ട് കശാപ്പ് ചെയ്യുന്ന പണി ഉണ്ട് എന്നും KSEBയെ മാസങ്ങൾക്ക് മുമ്പ് അറിയിച്ചിരുന്നു എന്നാ പറഞ്ഞത്. നിരന്തരം അറിയിച്ചിരുന്നു എന്നാ പറയണേ. ഇനി ഈ ഇറച്ചിന്റെ പങ്ക് കിട്ടിയിട്ടാണോ അതോ ഇനി അവർക്ക് ജനങ്ങളുടെ മണ്ടയിൽ കുതിര കയറാൻ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ അത് മാത്രമേ അറിയൂ എന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടും ആരും ഒരു നടപടിയും വന്നിട്ടില്ല എന്ന് പറയുന്നു. KSEB യഥാസമയം നടപടി എടുത്തിരുന്നെങ്കിൽ ഈ ഒരു കുട്ടിയുടെ 15-കാരന്റെ മരണം ഒഴിവാക്കാമായിരുന്നു. പിന്നെ വനം വകുപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. വനം വകുപ്പിൽ വന്യജീവികളെല്ലാം വനത്തിലും
മനുഷ്യരെല്ലാം നാട്ടിലും. അതാണ് ഒരു തത്വം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ കഥ വേറെയാണ്. ഇപ്പോ വന്യമൃഗങ്ങൾ മുഴുവൻ നാട്ടിലാണ്. കാട്ടിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് എല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നു. നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി തുടങ്ങിയപ്പോൾ നമ്മുടെ വനം വകുപ്പ് മന്ത്രി പോലും അറിയാതെ ചില നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നു. നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാലും ഈ ജനവാസ കേന്ദ്രത്തിൽ എവിടെ എന്ത് തോന്നിയാസം കാണിച്ചാലും അതൊക്കെ വനം വകുപ്പിന് ഇടപെടാം, വനം വകുപ്പിന്റെ അധികാര പരിധിയിലാണ് എന്ന മട്ടിൽ ഒരു തോന്നിയാസ നിയമങ്ങൾ പാസ്സാക്കി വെക്കുന്നു. അങ്ങനെയാണ്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ നിയമം ഉണ്ടാക്കുന്നത്. ജനങ്ങൾക്ക് ജീവനും ജീവിതവും അവരുടെ സ്വത്തുവകകളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ നിയമങ്ങൾ. ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി, അല്ലെങ്കിൽ ഈ വനം വകുപ്പിലൊക്കെ എവിടെ നിന്നൊക്കെ കാശ് വരുന്നുണ്ടെന്നാണ് കേട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയധികം ഈ ഫണ്ടുകൾ വന്നിട്ടും ഈ വനം വകുപ്പില് ജീവനക്കാർ വന്യജീവികളെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി നടപടി എടുക്കുകയോ ഇനി അതല്ലെങ്കിൽ അതിന്റെ എണ്ണം ക്രമീകരിക്കാനുള്ള വകുപ്പുകൾ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ജനങ്ങളെ നാട് കടത്താൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ ജനം കുടിയൊഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ വർഷങ്ങളായി താമസിച്ചിരുന്ന വീടും നാടും അവിടുത്തെ കൃഷിയിടങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ജനം പോയിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ആവശ്യം. ഇവിടെ വനം മന്ത്രിയാകട്ടെ നിലവിൽ അവിടുത്തെ സാഹചര്യം, ആ കുട്ടി മരണപ്പെട്ടതുമായുള്ള സാഹചര്യം, അത് അവിടുത്തെ പ്രതിപക്ഷത്തിന്റെ മണ്ടയിൽ, അത് BJP ആയാലും അവിടുത്തെ മറ്റ് കോൺഗ്രസ് ആയാലും ആരായാലും അവരുടെയൊക്കെ പിരടിക്ക് വെച്ച് കെട്ടിക്കൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇവിടുത്തെ KSEBയും കൊള്ളാം, വനം വകുപ്പും കൊള്ളാം. രണ്ടിന്റെയും തലതൊട്ടപ്പന്മാർ എന്തിനാണ് അവിടെ കയറിയിരിക്കുന്നത് എന്നറിയാൻ വയ്യ. ഈ രണ്ട് വകുപ്പുകളുമാകട്ടെ ജനങ്ങളുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വകുപ്പാണ്. പ്രത്യേകിച്ച് വനം വകുപ്പ് ജനങ്ങളെ അടിമയാക്കിക്കൊണ്ടിരിക്കുക. അനങ്ങാൻ പറ്റില്ല, തുമ്മാനും തൂറാനും വയ്യാത്തൊരവസ്ഥയാണ്. എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അവനെ പിടിച്ച് അകത്തിടാൻ വേണ്ടി നിയമം പാസാക്കി കൊടുത്തിരുന്നു നേരത്തെ. എന്നാൽ അത് ചെറ്റത്തരമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ വിവാദമായപ്പോൾ അത് പിൻവലിക്കുന്ന സാഹചര്യവും കണ്ടിരുന്നു. അതായത് വനം വകുപ്പിന്റെ നിയമങ്ങൾ വനത്തിൽ മാത്രം പോരാ, അത് പുറത്ത് നാട്ടുകാരന്റെ അടുക്കളയിലേക്കും വേണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ. അപ്പോൾ സത്യത്തിൽ വനംവകുപ്പ് മന്ത്രി പോലും അറിയാതെയാണ് അത്തരത്തിലൊരു നിയമം പാസ്സാക്കിയെന്ന് പറയുമ്പോൾ മന്ത്രിയുടെ കഴിവുകേടും നമുക്ക് ചിന്തിക്കാമല്ലോ. അതുപോലെ KSEBിന്റെ കാര്യമായി ഈ രണ്ട് വകുപ്പുകളും എന്തിനാണ് എന്ന് ഇപ്പോൾ സംശയമാണ് സത്യത്തിൽ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സമാധാനത്തിനും വേണ്ടി ഭരിക്കാൻ വേണ്ടി കയറ്റിയ ജനപ്രതിനിധികൾ ഇങ്ങനെയാണ് പറയുന്നെങ്കിൽ ആരാന്റെ മണ്ടയിൽ കുറ്റം ചാർത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോ നിലപാട് പറയുകയാണെങ്കിൽ സത്യത്തിൽ ഈ ജനം ആരുടെ പക്കലേക്കാണെങ്കിൽ എങ്ങോട്ട് നോക്കിയാണ് പരിതപിക്കേണ്ടത്, പരാതി പറയേണ്ടത് എന്നത് മാത്രമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.